ഹലോ ഗൈസ്, എല്ലാവർക്കും വണ്ടർ വുമൺ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വളരെ അപരിചിതമായിട്ടുള്ളൊരു കറിയുമായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, കപ്പ കൂട്ടാനായിട്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന സമയത്താണ് ഈ ഒരു റെസിപ്പി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ അവൾ ആദ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തോട്ട് ഞാൻ വന്നു കഴിഞ്ഞ സമയത്ത് ഇവിടെ അങ്ങനെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടുക്കിക്കാരാണ്. ഒന്നെങ്കിൽ ഞങ്ങൾ ഏഷ്യാഡ് അല്ലെങ്കിൽ കപ്പ പുഴുക്കിയതാണ് കപ്പയും കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് ഇനി അറിയാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ കപ്പ, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് കപ്പയാണ്, ഒറ്റൊരു കപ്പ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഒരു സബോള കൊത്തിയരിഞ്ഞത്, ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ കരിവേപ്പില, ഇതൊക്കെ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇതുപോലെ സബോള വഴറ്റുന്നുണ്ട്. അപ്പോൾ വഴറ്റുന്ന സമയത്ത് ഇനി സബോളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വറ്റലമുളക് ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ ലാസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ വഴറ്റുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല ഇഷ്ടമുള്ളവർ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ നമുക്കൊരു 1/2 ടീസ്പൂൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി. അപ്പം നമ്മൾ മുളകും ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളക് പൊടി, ചിക്കൻ മസാലയൊക്കെ എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ ഈ എരിവൊക്കെ പറ്റുന്നവരും അത് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇത്രയും വെച്ച് നിർത്താം. അപ്പോൾ ഇത് നല്ലപോലെ ആ പൊടി ഈ വഴറ്റിയതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പൊടി ആയിക്കതിന് ശേഷം ഈ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഊറ്റി കളഞ്ഞ് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മസാല എല്ലാ കപ്പയിലോട്ടൊന്ന് പിടിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും കൊണ്ട് വരെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നല്ലപോലെ മസാല അതിനകത്തിട്ട് പിടിച്ച് നല്ലപോലെ ഇളക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു മെഴുക്ക് പുരട്ട് പോലത്തെ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. അല്ല ഇച്ചിരി നമുക്ക് ചാറ് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ കപ്പ ഇങ്ങനെ നമ്മൾ ഇളക്കുന്ന സ്പൂണും കൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചുടച്ച് കൊടുക്കുക. ഈ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് പരട്ടി നല്ലപോലെ ഉടച്ച് കൊടുത്ത് സ്പൂണും കൊണ്ട് ആ മസാലയൊക്കെ അതിനകത്തോട്ട് നല്ലപോലെ ഇപ്പോൾ പിടിക്കും. അപ്പോൾ അതിനൊരു നല്ലൊരു ചെറിയ തിളയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി ടേസ്റ്റ് തണുത്ത് കഴിയുമ്പോഴത്തേനും ഈ ചൂടോടെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്.